നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വികസന സെമിനാർ സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചു. ബാലുശ്ശേരി MLA VT സൂരജ് ഉദ്ഘാടനം ചെയ്തു. നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മികവിലേക്ക് ഒരു ചുവടുകൂടി എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ വികസന സെമിനാർ MLA VT സൂരജ് ഉദ്ഘാടനം ചെയ്തു. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഒരു 25 വർഷങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ വിദ്യാലയത്തെ കുറിച്ച് എങ്ങനെയാവണമെന്നതിനെ കുറിച്ച് ഒരു ചർച്ച ചെയ്യാൻ എന്തായിരിക്കും പ്രേരിപ്പിച്ചതെന്ന് ഞാനിങ്ങനെ പ്രിൻസിപ്പളോട് സംസാരിക്കുമ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു 10 വർഷം മുന്നേ ഇവിടെ ഇതുപോലെ ഒരു വികസന സെമിനാർ ടീച്ചറെ 10 വർഷം മുന്നേ ഒരു വികസന സെമിനാർ നടന്ന സമയത്ത് അന്ന് ഈ വിദ്യാലയം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് ഈ വിദ്യാലയം ഇവിടെ കണ്ട ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക്, ഞാൻ ഇവിടെ പഠിച്ചിട്ടൊന്നുമില്ലെങ്കിൽ നമ്മളിത് ഇവിടെ വന്ന ഒരാളാണ്. അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ബിൽഡിങ്ങിന്റെ കാര്യത്തിലായാലും മറ്റ് സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ നിരന്തരമായ ശ്രമം നമ്മുടെ വിദ്യാലയം ഓരോ തവണയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഗുണമെന്നത് നമ്മൾ അനുഭവിക്കുകയും നമ്മൾ കാണുകയും ചെയ്തത് ഈ വർഷത്തെ SSLC റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി പേരെടുത്ത് പരാമർശിച്ച കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമായി നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഈ വിദ്യാലയത്തിന് കൊടുക്കുന്ന പ്രാധാന്യമാണ്, നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിച്ച മാറ്റങ്ങൾ പടിപടിയായി ഈ മേഖലയിൽ ഈ വിദ്യാലയത്തിൽ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് ബിൽഡിങ്ങുകളുടെ കാര്യത്തിൽ നടക്കുന്നുണ്ട്, ആ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി അധ്യാപകരും രക്ഷിതാക്കളും ഇവിടെ പഠിക്കുന്നതും പഠിച്ചതുമായ ഓരോ വിദ്യാർത്ഥി കാലഘട്ടത്തിലെ തലമുറയും അതിനുവേണ്ടി അധ്വാനിക്കുന്നുണ്ട്. ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ അതിന് നിറഞ്ഞ പിന്തുണ കൊടുക്കുന്നുണ്ട്. ഒരു ബിൽഡിംഗ് ഉള്ളത് കൊണ്ട് മാത്രം 25 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ടുള്ള കർമ്മ പദ്ധതിയാണ് വികസന സെമിനാറിൽ ആവിഷ്കരിച്ചത്. 25 വർഷം കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ് ഉണ്ടാവുകയെന്നും കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും അതിനുവേണ്ടി എല്ലാവിധ പിന്തുണയും നൽകുമെന്നും MLA VT സൂരജ് ഉദ്ഘാടന ഭാഷണത്തിൽ പറഞ്ഞു. കാലം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ്. ഈ 25 വർഷങ്ങൾക്ക് ശേഷം ഒരു മാറ്റം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത മാറ്റങ്ങൾക്ക് ഒരു പക്ഷേ വിദ്യാഭ്യാസ മേഖല മാറിയേക്കാം. നമ്മളെല്ലാം തീരുമാനിക്കുന്ന മാറ്റങ്ങൾക്കുമപ്പുറം നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഒരു പക്ഷേ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരു ഈ കാലത്തിന്റെ ഒരു മാറ്റം, ഓരോ സമയവും ഓരോ മാറ്റം വലിയ രീതിയിൽ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ കൈകളിലേക്ക് മൊബൈൽ ഫോൺ കടന്നു വന്നത്. നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജ മുരളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK നവാസ് അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീമ കുന്നുമൽ ഉപഹാര സമർപ്പണം നടത്തി. PTA പ്രസിഡന്റ് സത്യൻ കുളിയാപ്പൊയിൽ വികസന പദ്ധതി ആമുഖ ഭാഷണവും കോർഡിനേറ്റർ സാജിദ് VC പദ്ധതി വിശദീകരണവും നടത്തി. തുടർന്ന് 5 മേഖലകളിലെ കരട് അവതരണം അനീഷ് TP അക്കാദമികം, മുസ്തഫ C ഭൗതികം, ശ്രീജിഷ് PM കലാകായികം, സുജീഷ് K സാമ്പത്തികം, ഷീല TM വിദ്യാർത്ഥിക്ഷേമം എന്നിവർ നടത്തി. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഷാനവാസ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാജിറ അനസ്, DPCCS KK നിസാർ ചേലേരി, പേരാമ്പ്ര EO KK യൂസഫ്, SMC ചെയർമാൻ വിനോദ് E, ഹെഡ്മാസ്റ്റർ നിഷിത് K, ജിജീഷ് മോൻ, നിസാർ T, സജീവൻ നാഗത്ത്, കാസിം പുതുക്കിടി, TP ദാമോദരൻ, OM കൃഷ്ണകുമാർ, കുമാരി പാർവണ ശശി എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ ഷാമിനി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സ്റ്റാഫ് സെക്രട്ടറി അബിത PB നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.